ഞാൻ ഒരു ഫിലോസഫി ടീച്ചറായിരുന്നു, ഹിസ്റ്റോറിയനല്ല. പക്ഷെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് ഹിസ്റ്ററി ഓഫ് സയൻസ് ഫ്രം ഔട്ട്സൈഡ് യൂറോസെൻട്രിക് പ്രിസം. എന്തായിരിക്കും അത്? ആദ്യം ഞാൻ ഇത് സംസാരിക്കാൻ കാരണം, ഞാൻ ഫിലോസഫി ഓഫ് സയൻസ് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറാണ്. ഫിലോസഫി ഓഫ് സയൻസ്. ഈ ഫിലോസഫി ഓഫ് സയൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഹിസ്റ്ററി ഓഫ് സയൻസും ഫിലോസഫി ഓഫ് സയൻസ് ഹിസ്റ്ററി ഓഫ് സയൻസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഹിസ്റ്ററി ഓഫ് സയൻസ് കൂടി പഠിച്ചുകൊണ്ടാണ് ഫിലോസഫി ഓഫ് സയൻസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം പ്രൊഫസർ ഇർഫാൻ ഹബീബിൻ്റെ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേ ആളുകൾ അത് കേട്ടിട്ടുണ്ടാവും. അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ കംപ്ലീറ്റായിട്ട് ഡിസഗ്രി ചെയ്തു. അത് അദ്ദേഹമായിട്ട് ഞാൻ അന്ന് സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പ്രൊഫസർ വിനോദിനോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് ഒന്ന് സംസാരിക്കാൻ. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ ആദ്യം ഇത് റീസൺ എന്നുള്ള കോൺസെപ്റ്റ്, അത് പലപ്പോഴും ഇന്ത്യയിൽ സാധാരണ ഉള്ള ഒരു വാക്കാണ് യുക്തി. റീസൺ എന്നുള്ള വാക്കിന് പകരമായിട്ട് ഈ യുക്തി എന്ന വാക്ക് റീസൺ എന്ന് ഉപയോഗിക്കാൻ കാരണം, ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നുള്ള ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. പ്രൊഫസറായിരുന്നു, ഇവിടെ കോളേജിൽ UC കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം യുക്തിവാദി എന്ന മാസികയിൽ MC ജോസഫിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ആ മാസികയിൽ എഴുതിയിരുന്നു, റീസണിങ് എന്ന പദം ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് അത് മനസ്സിലായില്ല. പിന്നെയാണ് അവർ യുക്തി എന്നുള്ള വാക്ക് റീസണെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെയാണ് യുക്തി എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് യുക്തിവാദം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എഴുതിയതായിട്ട് വായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇത് സയൻസായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇതിലാദ്യം വായിച്ചു നോക്കിയാൽ ഒരു റീസൺ എംപിരിസിസ്റ്റ്, റീസൺ മെറ്റാഫിസിക്കൽ, റീസൺ നോൺ ടെക്നിക്കൽ. നൗ എംപിരിക്കൽ അനുഭവ ശാസ്ത്രപരമായ ഐഡിയ, റീസൺ എന്ന് പറഞ്ഞ ഐഡിയ, അനുഭവ ശാസ്ത്രപരമായ ഐഡിയ. അതൊരു എബിലിറ്റിയാണ്. റീസൺ എന്ന് പറഞ്ഞ ഒരു എബിലിറ്റിയാണ്, ഒരു സാധനമല്ല. ഈ എബിലിറ്റി എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്, മനുഷ്യനും ഈ എബിലിറ്റി. അതായത് ഒരു ഗോള് കണ്ടാൽ അത് കൈക്കലാക്കാനുള്ള പ്രാപ്തി. ഒരു അനിമലാണെങ്കിൽ ഫുഡ്, അത് കൈക്കലാക്കാനുള്ള പ്രാപ്തി എലിക്കും കൂടിയും ആ പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തി മനുഷ്യർക്ക് കുറച്ച് കൂടുതലാണ്. മനുഷ്യൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ പ്രാപ്തി കൂടുതലാണ്. വേറൊരു ഐഡിയ ഉണ്ട്, റീസൺ. ഈ ഐഡിയ, എംപിരിസിസ്റ്റ് ഐഡിയ ഓഫ് റീസൺ, ഇന്ത്യയിലും ചൈനയിലും എല്ലാ സ്ഥലത്തും, ആഫ്രിക്കക്കാരിലെ എല്ലാ സ്ഥലത്തും, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ റീസൺ മെറ്റാഫിസിക്കൽ, അതിഭൗതികപരമായ റീസൺ എന്ന ഐഡിയ ഇന്ത്യയിലില്ല, ചൈനയിലില്ല, ജാപ്പനീസിനില്ല. അതിഭൗതികമായിട്ടുള്ള റീസൺ, അതിഭൗതികമായിട്ടുള്ള റീസൺ ഇതിൽ പറഞ്ഞ മാതിരി ഒരു ഫേക്കൽറ്റിയാണ്, ഒരു പവറാണ്. അത് ഉണ്ടെന്ന്
പറയുന്ന സിവിലൈസേഷനാണ് യൂറോപ്യൻ സിവിലൈസേഷൻ. ഇന്ത്യയിലില്ല. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ എന്നുള്ള വാക്ക് ശരിക്കും ശരിയല്ല. ഇന്ത്യൻ ഫിലോസഫി എന്ന് വാസ്തവം പറയുകയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ ഫിലോസഫിയാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അതിൽ ഈ ഐഡിയയിൽ റീസൺ ഇല്ല. അതായത് ഒരു ഫേക്കൽറ്റി, ആ ഫേക്കൽറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് സത്യം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഐഡിയ ചൈനീസ് ഇന്ത്യൻ സിവിലൈസേഷൻസില്ല. ഈ സിവിലൈസേഷനിൽ ഉള്ളത് നോൺ ടെക്നിക്കലായിട്ടുള്ള യുക്തി, കാര്യകാരണ ബന്ധം കണ്ടെത്തുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ, ആ ഐഡിയ ഉണ്ട്. ആ ഐഡിയ ആഫ്രിക്കൻ സിവിലൈസേഷനിൽ, എല്ലാ ആഫ്രിക്കൻ കൾച്ചേഴ്സിലുണ്ട്, സൗത്ത് അമേരിക്കൻ കൾച്ചേഴ്സിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ചൈനയിലുണ്ട്, യൂറോപ്പിലുമുണ്ട്. പക്ഷേ യൂറോപ്പ് സിഗ്നിഫിക്കൻസ് കൊടുത്ത് ലേറ്റാണ് ടൈമിൽ. ആദ്യം തന്നെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അവർക്ക് എല്ലാവർക്കും തന്നെ മെറ്റാഫിസിക്കൽ ഐഡിയ ഓഫ് റീസണാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം റീസണെ പറ്റി സംസാരിക്കുമ്പോൾ. ഈ മെറ്റാഫിസിക്കൽ ഐഡിയ ഓഫ് റീസൺ പ്ലേറ്റോയിൽ കാണാം, മെറ്റാഫിസിക്കൽ ഐഡിയ ഓഫ് റീസൺ അരിസ്റ്റോട്ടലുണ്ട്, മെറ്റാഫിസിക്കൽ ഐഡിയ ഓഫ് റീസൺ ഡേക്കാർട്ട്. ഫിലോസഫി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിച്ചു കാണും ഡേക്കാർട്ട്. എല്ലാവരിലും ഉണ്ട്. അത് ഈ കൾച്ചേഴ്സിൽ കാണാൻ പറ്റില്ല. ഈ കൾച്ചേഴ്സിൽ എംപിരിക്കൽ കൾച്ചേഴ്സാണ്. ഈ കൾച്ചേഴ്സിലെ പ്രത്യേകത ഗ്രീസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രീസിൽ ഡിഡക്റ്റീവ് ലോജിക് ആൻഡ് ജോമെട്രി ഡെവലപ്ഡ് വെരി ഏർലി. ഡിഡക്റ്റീവ് ലോജിക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഓൾ മെൻ ആർ മോർട്ടൽ, വിനോദ് സാഹബ് ഈസ് എ മാൻ, therefore he is mortal. അത് ഡിഡക്റ്റീവ് ലോജിക്കാണ്. ബട്ട് ദർ ഇസ് അനദർ, അത് ഗ്രീസിൽ ഡെവലപ്പ് ചെയ്തതാണ്. അതും ഗ്രീസിൽ ഈ ജോമെട്രി ഡെവലപ്ഡ്, പൈത്തഗോറിയൻ ആൻഡ് ഓൾ ദാറ്റ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഇൻഡക്റ്റീവ് റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കാക്ക കറുപ്പാണ്, രണ്ടാമത്തെ കാക്ക കറുപ്പാണ്, മൂന്നാമത്തെ കാക്ക കറുപ്പാണ്, 1000ാമത്തെ കാക്ക കറുപ്പാണ്, എല്ലാ കാക്കകളും കറുപ്പാണ്. അത് ഒരു നമ്പർ ഓഫ് കൗണ്ട് ചെയ്തിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ യൂണിവേഴ്സലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാക്കകളും കണ്ടിട്ടല്ല, ഒരു 100 കാക്കകളെ കണ്ടിട്ട് ജനറലൈസ് ചെയ്യാണ്, എല്ലാ കാക്കകളും കറുപ്പാണ്. അതും ഇന്ത്യയിൽ പ്രത്യേകിച്ച് അരിത്തമാറ്റിക് അതാണ് ഡെവലപ്പ് ചെയ്തത് വെരി ഏർലി. ആ ഇൻഡക്റ്റീവ് റീസണിങ്ങും അരിത്തമാറ്റിക്കും ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇവിടെ വ്യത്യസ്തപ്പെട്ട തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തത്. ഡിഫറെൻറ്റ് തരത്തിലുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് സിസ്റ്റം. അതിലാദ്യമായിട്ട് ഈ ഇൻഡക്റ്റീവ് ലോജിക്കിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ചാർവാകാസ്. ചാർവാക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ്, ദേ റിജക്റ്റഡ് ഓൾ ദി ബ്രാഹ്മണിക്കൽ ടെക്സ്ച്വാലിറ്റി. ആ ടെക്സ്ച്വാലിറ്റിനെ മുഴുവൻ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലോസഫേഴ്സാണ്. ആ ഫിലോസഫേഴ്സിൻ്റെ അഭിപ്രായപ്രകാരം ഇൻഡക്റ്റീവ് ലോജിക്ക് തെറ്റായിട്ടുള്ള ലോജിക്കാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ജനറലൈസേഷൻ പറ്റില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സ് ഇന്ത്യയിലാണ്. ദി ഫസ്റ്റ് സെഞ്ച്വറി BCE, somewhere around ഫസ്റ്റ് സെഞ്ച്വറി BCE. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നത് 17th സെഞ്ച്വറിയിൽ 18th സെഞ്ച്വറിയിൽ ഹ്യൂമാണ്. ഹ്യൂം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഫിലോസഫർ. അതിൻ്റെ എത്രയോ മുമ്പേ ചാർവാകാസ് ഓൾറെഡി സെഡ് ദാറ്റ്. ഞാനതിൻ്റെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിലും ചൈനയിലും ആഫ്രിക്കയിലും എല്ലാ സ്ഥലത്തും യുക്തിയുണ്ട്, റീസണിങ് ഉണ്ട്, എല്ലാതും ഉണ്ട്.
ഇതിൽ അവിടെ ഒന്നും തന്നെ റീസണിങ്ങിൻ്റെ കുറവില്ല. ഇവിടെ സയൻസ് is a process for helping humans to make predictions and control things in the environment, had no certain date and place of birth. സയൻസ് എല്ലായിടത്തുള്ളതാണ്. ഈ അർത്ഥത്തിലുള്ള സയൻസ്, അതായത് ടെക്നോ സയൻസ്, ടെക്നോളജിയും ഇൻഡക്റ്റീവ് ലോജിക്കും ഉപയോഗിച്ച് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുകയും എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സയൻസ്. അതിന് വേറൊരു കാര്യമില്ല. ആ സയൻസ് എല്ലായിടത്തും ഉണ്ട്. അത് യൂറോപ്പിൽ മാത്രമല്ല. അത് യൂറോപ്പിൽ മാത്രമാണെന്ന് പറയാൻ കാര്യം, നമ്മൾ സാധാരണ നമ്മളെ സിറ്റുവേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ പാരഡൈമിലാണ്. സാധാരണ നമ്മളെ ക്ലാസ് റൂം, ഫൂക്കോക്കെ വായിച്ചിട്ടില്ലേ? പലരും ഫൂക്കോക്കെ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒട്ടുമുക്കാലും ജീവിത ശൈലി യൂറോപ്യൻ പാരഡൈമിൻ്റെ ഉള്ളിലാണ്. ഈ യൂറോപ്യൻ പാരഡൈമിൻ്റെ ഉള്ളിൽ നമ്മളെ ശൈലി വരാൻ കാരണം കൊളോണിയലിസമാണ്. നമ്മൾ വൺസ് കോളനൈസ്ഡ് പീപ്പിളാണ്. നമ്മൾ മാത്രമല്ല, സൗത്ത് അമേരിക്കൻസ്, മോസ്റ്റ് ഓഫ് ദി ആഫ്രിക്കൻസ്, ഓൾ ഓഫ് us are once colonized. ഈ വൺസ് കോളനൈസ്ഡ് എല്ലാവരും തന്നെ യൂറോസെൻട്രിക് പാരഡൈമിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഈ യൂറോസെൻട്രിക് പാരഡൈം ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇത് 19th century, 18th century, 20th centuryയുടെ ബിഗിനിങ്ങിൽ കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. ആ കൺസ്ട്രക്ഷനിലുള്ള ചില എലിമെൻസാണ് ഇത് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. അതിൽ വെരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഐഡിയ ഓഫ് നേഷൻ സ്റ്റേറ്റ്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും വലിയ ദുരിതമാണ്. ഏറ്റവും വലിയ ദുരിതം നാഷണലിസം, പാർലമെൻ്ററി ഡെമോക്രസി. അത് നേഷൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് പാർലമെൻ്ററി ഡെമോക്രസി എന്ന സംഭവം ഉണ്ടാവുന്നത്. നേഷൻ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസി ഇല്ല. ഡെമോക്രസി ഉണ്ടാവും, പാർലമെൻ്ററി ഡെമോക്രസി ഇല്ല. അതിൻ്റെ പ്രത്യേക കാരണം എന്താണെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഇന്ന് മൈനോറിറ്റീസിനെ ഉപദ്രവിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിയത്. യു ടു സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എ ഫാക്ട്. പാർലമെൻ്ററി ഡെമോക്രസി ഇല്ലെങ്കിൽ ഈ ദുരിതം ഇന്ത്യക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് യൂറോപ്യൻ പാരഡൈമിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നോൺ യൂറോപ്യൻ കൺട്രീസിൽ വരുന്ന ബുദ്ധിമുട്ട്. ഇന്ത്യയിൽ ഈ മാതിരിയുള്ള ഡിസ്പെൻസേഷൻ ഉണ്ടാവുമായിരുന്നില്ല പാർലമെൻ്ററി ഡെമോക്രസി ഉണ്ടായിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ഇല്ലെങ്കിൽ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആരൊക്കെയാണ് സ്റ്റേറ്റിനെ റിജക്റ്റ് ചെയ്തും പാർലമെൻ്ററി ഡെമോക്രസീനെ റിജക്റ്റ് ചെയ്തും. പക്ഷേ ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് യൂറോപ്യൻ പാരഡൈം. നൗ ഐ സെഡ് ദാറ്റ് we are all working within Eurocentric paradigm. What is Eurocentrism? This is Eurocentrism. Once colonized, since they function within European paradigm, habitually take European cultural values and history as the standard of evaluation. All of us do that. All of us take European values as the standard values. അതാണ് പല ആളുകളും പറയുകയാണ് നമ്മളൊക്കെ മെക്കോളയുടെ ബാസ്റ്റേഴ്സാണ്. മെക്കോളയുടെ എഡ്യൂക്കേഷൻ പോളിസി എന്ന് കൂടെ വന്നിട്ടുള്ള വേറൊരു ദുരിതമാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെങ്കിൽ നമ്മുടെ ചിന്താശക്തി നശിച്ചു. So once colonized people, അവർ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളായി തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ
നമ്മൾ നോക്കണമെങ്കിൽ ഒരു 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 റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്യുമ്പോൾ അതിന് ബിബ്ലിയോഗ്രഫി നോക്കിയാൽ മതി. 90%, 99% യൂറോപ്യൻ റൈറ്റേഴ്സ് ആയിരിക്കും. സോഷ്യോളജി, there are many good Indian sociologists. അവരുടെ പേരും കൂടി ഇടാൻ മടിക്കും. യൂറോപ്യൻ പേരുകൾ വരണം, എന്നാലാണ് നമുക്ക് സമാധാനമാവുള്ളൂ. That's because we are Eurocentric. Not us. All once colonized. നമ്മുടെ വീട് യൂറോസെൻട്രിക് സ്ട്രക്ചറാണ്. ഇപ്പോൾ കേരളത്തിൽ പണ്ട് ഒരു വീട്ടിൽ പോയാൽ ഡ്രോയിങ് റൂമില്ല, ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിങ് റൂമില്ല, കോലായാണ്. ഗസ്റ്റ് ഇരിക്കുന്നത് കോലായിലാണ്. ഇന്ന് ലിവിങ് റൂമിലാണ് ഇരിക്കുക. ഇന്ന് ലിവിങ് റൂം എന്ന് പറയാൻ എന്താ? ലിവിങ് റൂം എന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ് സോഷ്യോളജിക്കലായി നോക്കിയാൽ അവിടെയാണ് നമ്മളെ സൊസൈറ്റിയിലെ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഡ്രോയിങ് റൂമിൽ ചെന്നറിയാം. അത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ലിവിങ് റൂം, അങ്ങേരുടെ വീട്ടിൽ പോയി എന്താണ് വീട്, എന്താണ് ഡ്രോയിങ് റൂം, സോഫ, മറ്റേത് മറിച്ചത് എല്ലാം കിടക്കും. അത് അങ്ങേരെ സൊസൈറ്റിയിൽ എവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വെൽത്ത് എന്താണ് എന്ന് കാണിക്കുന്ന, നമ്മളറിയാതെ തന്നെ കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് വരുന്നത് യൂറോസെൻട്രിക് ക്യാപിറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസിനാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മുഴുവൻ തന്നെ ഭക്ഷണം, ഡൈനിങ് ടേബിൾ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടാതെ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഞാൻ കണ്ടില്ല. ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി ഇതൊക്കെ വയ്ക്കാതെ, മെഴുകുതിരി നിന്ന് വെച്ച് ഊതിക്കെടുത്താതെ, കേക്ക് കൊണ്ട് കട്ട് ചെയ്യാതെ നമ്മളാരും ചെയ്യില്ല. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് കിട്ടിയത് നമ്മൾ വൺസ് കോളനൈസ്ഡ്, അതിൻ്റെ സൈനാണ്. ഞാൻ പറഞ്ഞു വൺസ് കോളനൈസ്ഡ് മീൻസ് അത് സെൽഫ് കോൺഷ്യസ് ആയിട്ടില്ലെങ്കിൽ യുവർ ഇമാജിനേറ്റീവ് കപ്പാസിറ്റി വിൽ ഡിസപ്പിയർ. Imagination will simply disappear. And you will have to depend upon the goodies coming from Western intellectuals. You have to repeat them. You don't even improvise them. You will simply repeat them. If you repeat them, talk and mention, drop the names, you will be seen as an intellectual. That's a common feature, not only of us, all once colonized. This is an important Rigvedic Sukta, very important Rigvedic Sukta. I am using this not because of my desire for BJP's development. This is a very important Sukta. This is called Nasadiya. This sukta has a 7 stanzas. ആദ്യത്തെ 5 എണ്ണം ഒരു കോസ്മോഗണിയാണ്. ഒരു കോസ്മോഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കോസ്മോസ്, അതിനെപ്പറ്റി പറയുന്നതാണ് ആദ്യത്തെ. അവസാനത്തെ 2 ആ പറഞ്ഞതിനെ നിരാകരിക്കുകയാണ്. ആദ്യത്തെ 5 എണ്ണം എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, എങ്ങനെയാണത് വന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ 2 എണ്ണത്തിൽ പറയാണ് നമുക്കാർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല, അതിനെപ്പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ സംശയം, അങ്ങനെയുള്ള സംശയം യൂണിവേഴ്സിനെ പറ്റി ആളുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു സൂക്തമാണിത്.
അത് ഉപയോഗിക്കുന്ന ടെക്നീക്കാണ്. ഇത് മുകളിലേക്കാക്കും. ഒരു ലിറ്റററി ടെക്നിക്കാണ് അത് ഉപയോഗിച്ചത്. അതിന് പേര് അധ്യാരോപ അപവാദ, ആ ലിറ്റററി ടെക്നിക്ക്. അതായത് യു പ്രൊജക്റ്റ് എ തീസിസ്, സബ്സിക്വൻ്റ്ലി യു ഡിനൈ ദ തീസിസ്. പ്രൊജക്റ്റ് ചെയ്യുക, ഡിനൈ ചെയ്യുക. ദിസ് ഈസ് ദ വൺ. ഈ സ്റ്റൈലാണ് ബുദ്ധൻ ഉപയോഗിച്ചത്. ഈ സ്റ്റൈൽ, you project a metaphysical thesis, then you reject. അതിന് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, you go through that process of reading and believing that as you are reading and believing it, it take different stand against that thesis. So that will create ഒരു സസ്പീഷൻ. ആ റീഡറുടെ ഉള്ളിൽ ഒരു സസ്പീഷൻ ഉണ്ടാക്കുക. ആ സസ്പീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു നോൺ മെറ്റാഫിസിക്കൽ ലൈഫ്, അതായത് അതിഭൗതികപരമല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ആ വായനക്കാരനെ പ്രോത്സാഹിപ്പിക്കുക. അതിഭൗതികമായിട്ടുള്ള ജീവിതം നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലതുമാണ്. ഒന്ന്, മതപരമായുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മതം അതിഭൗതികപരമാണ്. അതിൽ ദൈവം, അള്ള, ഹോളി ഗോസ്റ്റ്, ഇതൊക്കെ മതത്തിലുള്ളതാണ്. അതൊക്കെ സയൻസ്, നമ്മൾ പറയുന്ന സയൻറ്റിസം, മെറ്റീരിയലിസം, ഐഡിയലിസം, ഇതൊക്കെ മെറ്റാഫിസിക്കലാണ്. ഇതെന്താ കാണിക്കണമെങ്കിൽ, എനി മെറ്റാഫിസിക്കൽ തീസിസ്, there is no final answer. If you question that, it cannot support it. So you have to try to lead a life without accepting any metaphysical thesis. അത് വളരെ ഏർലിയ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. I go to move to science, history of science. ഈ ഗ്രീസിൽ എംപിരിക്കൽ സയൻസിന് ടെക്നെ എന്നാണ് വിളിച്ചിരുന്നത്. ആർട്സ് ഈസ് എ ഇറ്റാലിയൻ ടേം. അതിന് ആർട്ട് എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ കല 68 കലകളുണ്ട്. 68 കലകളിലെ ചില കലകളാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചില കലകൾ ഇതിൽ മെറ്റലർജി ഉണ്ട്, മിനറോളജി ഉണ്ട്, ആർക്കിടെക്ചർ, മെക്കാനിക്സ്, പെയിൻറ്റിങ്, പ്രഡിക്ഷൻസ്, ഇതൊക്കെ കലകളാണ്. മെഡിസിൻ കലയാണ്. ഈ കലകളിൽ നിന്ന് യൂറോപ്പിൽ മെഡിസിൻ ഒരു ആർട്സ് ഇറ്റാലിയൻ ആയിരുന്നു, പെയിൻറ്റിങ് ആയിരുന്നു. അത് 17th സെഞ്ച്വറി ആകുമ്പോൾ അത് വിട്ടുവന്നു. ആ വിട്ടുവരലാണ് മോഡേൺ ആർട്ടിലേക്ക് ചെന്ന് കലാശിക്കുന്നത്. അത് വിട്ടുവരുന്ന കാര്യം അതെൻ്റെ ഇപ്പോഴത്തെ സംസാരത്തിൻ്റെ വിഷയമല്ല, അപ്പം അതിലേക്ക് കിടക്കുന്നില്ല. അത് വിട്ടു വന്നിട്ടാണ് സയൻസ്. അതുപോലെ തന്നെ ഈ കലകളുടെ ഇറ്റലിയിലെ ആർട്സിൽ നിന്ന് വിട്ടുവന്നതാണ്. വിട്ടുവന്നിട്ട് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇതെങ്ങനെ സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു? നീഡ്ഹാംസ് ഗ്രാൻഡ് ക്വസ്റ്റ്യൻ. നീഡ്ഹാം എന്ന് പറഞ്ഞിട്ടുള്ള ചൈനയിലത്തെ സയൻസിനെയും ടെക്നോളജീനെയും പറ്റിയിട്ട് ഏറ്റവും ബൃഹദായിട്ടുള്ള പുസ്തകം എഴുതിയാണ്. വോളിയമസ് വർക്ക്. ചൈനയുടെ ടെക്നോളജി ആൻഡ് സയൻറ്റിഫിക് റീസണിങ്. അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വൈ ഡിഡ് മോഡേൺ സയൻസ്, the mathematization of hypotheses about the nature with all its implications for advanced technology, takes its meteoric rise only in West at the time of Galileo? അത് സാധാരണ നമ്മളൊക്കെ പറയുന്നതാണ്. ഗലീലിയോ എന്നാണെന്ന് സയൻസ് തുടങ്ങണം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അത് സയൻസ് തുടങ്ങിയത് യൂറോപ്പിലാണെന്ന്. മോഡേൺ സയൻസ്
പിന്നെ ന്യൂട്ടനൊക്കെ വരും. അങ്ങനെ സയൻസ് തുടങ്ങി. ഈ ക്വസ്റ്റ്യനാണ് അബദ്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി came into being only in the beginning of 20th century. ഈ ക്വസ്റ്റ്യൻ നീഡ്ഹാം ചോദിക്കുന്നത് ചൈന ദി ഗ്രാൻഡ് ടൈട്രേഷൻ എന്നുള്ള ബുക്കിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. അത് നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ബുക്ക് വോളിയമസ് വർക്കാണ് സയൻസ് ആൻഡ് സിവിലൈസേഷൻ ചൈന. അതും ഡൗൺലോഡബിളാണ്. ഈ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്നുള്ള ഫ്രേസ് കോയിൻ ചെയ്യുന്നത് അലക്സാൻഡ്രെ കോയ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ്. 20th സെഞ്ച്വറിയുടെ 2020s കോയിൻ ചെയ്യണത്, ആ ഫ്രേസ് കോയിൻ ചെയ്യണത്. അതിനു മുമ്പേ മനുഷ്യരാർക്കും അറിഞ്ഞിരുന്നില്ല ഒരു സയൻറ്റിഫിക് റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പറയാൻ കാര്യം ഞാനെന്താണ്, ഇപ്പോൾ ഇന്ത്യയിലൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് ഹിസ്റ്ററിയെ മാറ്റി എഴുതുക. ഈ പ്രക്രിയ 19th സെഞ്ച്വറിയിലും 20th സെഞ്ച്വറിയിലും യൂറോപ്പിൽ നടന്നതാണ്. ആ യൂറോപ്പിൽ നടന്ന പ്രക്രിയ ഇവിടെ ആവർത്തിക്കുന്നതാണ് BJP RSS. അപ്പോൾ BJP RSS ആരായിരിക്കണം? യൂറോസെൻട്രിക്കാണ്. അവർ യൂറോസെൻട്രിക് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവർ അൺസോഫിസ്റ്റിക്കേറ്റഡ് യൂറോസെൻട്രിക് ക്യാരക്ടേഴ്സ്, സോഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത യൂറോസെൻട്രിസമാണ്. പക്ഷെ യൂറോസെൻട്രിസാണ്. ആ യൂറോപ്പിൽ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം. ആ യൂറോപ്പിലെ എലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടല്ല, ഇന്ത്യയുടെ എലിമെൻറ്റ്സ് യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. യൂറോപ്പിൽ ആദ്യമായിട്ട് ഇദ്ദേഹമാണ് കോയറെ ആണ് പറഞ്ഞത് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന ഫ്രേസ് കോയിൻ ചെയ്തത്. പിന്നെ മാക്സ് വെബർ, റോബർട്ട് മെർട്ടൺ, മോഡേൺ സയൻസ് എമേർജ് ഫ്രം ഏർലി ക്യാപിറ്റലിസം, അങ്ങനെ പല തിയറീസ് ഉണ്ട്. ക്യാപിറ്റലിസത്തിൽ നിന്നാണ് മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്തത്. വി ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഓൾ ദാറ്റ്. ഹേഗൽ 1770 തൊട്ട് 1831 ഉണ്ടായിരുന്ന ഒരു ഫിലോസഫറാണ്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും ഹേഗലിനെ. മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഹേഗൽ. ഹേഗലിനെ തല തിരിച്ചാക്കി മാർക്സ് എന്ന് പറയണതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ആളുകൾ. കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവരെല്ലാവരും എല്ലാ ദിവസവും പറഞ്ഞു നടക്കുന്നതാണ്. ആ ഹേഗലാണ്. ആ ഹേഗൽ എന്താ പറഞ്ഞത്? സയൻസ് ആൻഡ് നോളജ്, എക്സ്പെഷ്യലി ദാറ്റ് ഓഫ് ഫിലോസഫി, കെയിം ഫ്രം അറബ്സ് ടു ദി വെസ്റ്റ്. അറബ്സിൻ്റെ കയ്യിൽ നിന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി യൂറോപ്പിലേക്ക് പോകുന്നത്. അതിന് മുമ്പേ അവിടെ ഒരു സാധനമില്ല. ദാറ്റ് വാസ് എ very crude, unsophisticated, tribal or tribe was converting into Christianity. That is the condition. Before 13th century. Crusades, 1095 to 1291. ഈ ക്രൂസൈഡ് സമയത്ത് യൂറോപ്യൻസ് പോയിട്ട് ജെറൂസലം പിടിച്ചെടുക്കാൻ പോവുക. ആ പോയിരുന്ന ആളുകൾ, അതിൽ രാജാക്കന്മാരുണ്ട്, പ്രഭുക്കളുണ്ട്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, കുറേ സാധാരണക്കാരായ ആളുകളുണ്ട്. ഇവരൊക്കെ ടെറിബിളി അൺസോഫിസ്റ്റിക്കേറ്റഡ് ക്രൂഡ് ക്യാരക്ടേഴ്സ്. അതിന് ക്രൂഡ് ക്യാരക്ടർ എന്ന് പറയാൻ ചുരുള കാര്യം പറയാം. ഫസ്റ്റ് ക്രൂസൈഡിന് സമയത്ത് എവിടെയാണ് സിറിയയിൽ കുറച്ച് അറബ് കുട്ടികളെ പിടിച്ചിട്ട് റോസ്റ്റ് ചെയ്തു, അത് കഴിച്ചു. അപ്പോൾ പോപ്പ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തോന്നിവാസം കാണിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, വിശന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? വിശന്നിട്ട് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കുട്ടികളെ കിട്ടാനുള്ളൂ. കുട്ടികളെ പിടിച്ചു, റോസ്റ്റ് ചെയ്തു, കഴിച്ചു. ഇത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ
റൺസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൂസൈഡിൻ്റെ ചരിത്രകാരൻ്റെ 3 വാളിയുള്ള വർക്കുണ്ട്. അത് ഞാൻ എൻ്റെ കൊടുത്തിട്ടില്ല. റൺസ്മാൻ്റെ 3 വാളിയുള്ള വർക്കുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ്. അപ്പോൾ അത്ര ക്രൂഡായിട്ടുള്ള ഒരു ഹ്യൂജ് പോപ്പുലേഷനാണ് ഇവിടെ അറബ് സിവിലൈസേഷനിൽ കൂടി അങ്ങോട്ട് പോണത്. അവിടെ പോയപ്പോൾ അവർ കണ്ടത് എന്താണെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ആശ്ചര്യജനകമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ബിൽഡിങ്സ്, പരവതാനികൾ, ബുക്സ്, അതുവരെ അവർ കാണാത്തത്. ഉടനെ തന്നെ അറബ്സിൻ്റെ കയ്യിലുള്ള ബുക്കുകൾ അത് മുഴുവൻ തന്നെ അറബിക്കുന്ന് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനാണ് 12th century സിവിലൈസേഷൻ എന്ന് പറയുന്നത്. 12th century റിനൈസൻസ്. 12th century റിനൈസൻസ് എന്ന് പറയുന്നത് ആ ട്രാൻസ്ലേഷനാണ്. ആ ട്രാൻസ്ലേഷൻ കൊണ്ടുണ്ടായ സിവിലൈസേഷനാണ് ഈ കണ്ടംപററി യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ബിഗിനിങ്. അതല്ലാതെ ഗ്രീക്കോ റോമൻ അല്ല. ഗ്രീക്ക് റോമൻ കണക്ഷൻ കൊണ്ടുവരുന്നത് 19th centuryയിലാണ്. ഇന്ന് മോദി ചെയ്യുന്ന മാതിരി ഉള്ള തിരുത്തെഴുത്ത് 19th centuryയിലും 20th centuryയിലും ചെയ്താണ്. ആരത് ചെയ്തത്? ഈ വാക്കുകൾ റിനൈസൻസ്, ഈ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 1858 മിഷ്ലെ എന്ന ഫ്രഞ്ച് ഹിസ്റ്റോറിയനാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് എ ന്യൂ കാറ്റഗറി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് റീറെഡ് ഇൻ ദി യൂറോപ്യൻ ഹിസ്റ്ററി. ഇറ്റ്സ് എ റീറീഡിങ്. ഇന്ന് മോദി പറയണ മാതിരി റീറീഡ്. അങ്ങനെ റീറീഡ് ചെയ്തതാണ് റിനാസാൻസ് എന്നുള്ള സാധനം നടന്നിട്ടില്ല. റിനാസാൻസ് എന്നുള്ള സാധനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പുതുതായിട്ട് പഠിക്കുകയാണ്. പഴയ പഠിച്ചത് മറന്നുപോയിട്ട് പുനരുദ്ധരിക്കാനല്ല. യൂറോപ്പ് പഠിക്കുകയാണ്, എഴുത്തും വായനയും പഠിക്കുകയാണ്. ആ പഠിക്കലാണ് ഉണ്ടായത്. അത് തിരിച്ചു വായിച്ച് ഇരുന്നു. അതേ സമയത്ത് വേറൊന്നും നടന്നു. ബുക്കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ റൈറ്ററാണ്. അതിൻ്റെ ടൈമും 19th century. അദ്ദേഹമാണ് ഈ സിവിലൈസേഷനെ, അതായത് 12th century 13th centuryയിൽ ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് ബുക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടായ ആ സിവിലൈസേഷനെ ഗ്രീക്കും റോമനായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ യു ഗെറ്റ് എ സ്റ്റോറി ഫ്രം ഗ്രീക്ക് ആൻഡ് റോം ഡൗൺ ടു 19th century. ഡു യു ഗെറ്റ് വാട്ട് ഐ മീൻ? ഒരു ചെയിൻ. അത് 19th centuryയിൽ ഉണ്ടായ കൺസ്ട്രക്ഷനാണ്. ഇത് റീറീഡിങ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി 19th centuryയിൽ. ഈ 19th centuryയിൽ റീറീഡ് ചെയ്യാൻ കാരണം യൂറോപ്പ് സ്റ്റാർട്ടഡ് ബിക്കമിങ് റിച്ചർ ആൻഡ് റിച്ചർ. ആദ്യത്തെ ആ കാശ് വരാൻ തുടങ്ങിയപ്പോൾ ഈ കാശ് ഇവിടുന്ന് വരുന്നു. ഈ കാശ് 2 സ്ഥലത്താണ് വരുന്നത്. ഒന്ന് അമേരിക്കനെ ചൂഷണം ചെയ്ത കാശ്. അമേരിക്കയിലത്തെ highly sophisticated civilization 16th century ആകുമ്പോഴേക്ക് completely erased. Spaniards, Portuguese destroyed it. And അവരുടെ മൈൻസും അവരുടെ ഗോൾഡ് കൊടുത്തിട്ട് അതിന് മുൻപേ 15th centuryയുടെ എൻഡ് ആവണ വരെ യൂറോപ്പിൽ നിന്ന് ഒരു സാധനവും ആളുകൾ വാങ്ങിയിരുന്നില്ല. മറ്റേ കൺട്രീസ് അവിടെ ഒന്നുമില്ല വാങ്ങാൻ. ഈ ഇവിടുന്ന് കിട്ടിയ ഗോൾഡും സിൽവറും ചൈനയിൽ കൊണ്ട് വിറ്റിട്ടാണ് ആദ്യമായിട്ട് കാശ് വരുന്നത്. ചൈനയിൽ കൊണ്ട് വിടാൻ കാര്യം
ആ സമയത്താണ് ചൈനയിൽ മോണിറ്റൈസേഷൻ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ അവർക്ക് ദേ വാണ്ടഡ് ലോട്ട് ഓഫ് സിൽവർ. ആ സിൽവർ അവിടെ വിറ്റിട്ടാണ് ആ കാശ് വരുന്നത്. ആ കാശ് വരുന്നു, കോളനൈസേഷൻ തുടങ്ങി. കോളനൈസേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ഡിഡ്. Simple way of understanding that, who was this man, Vasco da Gama? അല്ലാതെ ഒരു പൈററ്റാണ്. അങ്ങേര് പോർച്ചുഗീസിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. എന്നിട്ട് ആഫ്രിക്കൻ കോസ്റ്റൽ ലൈനിൽ കൂടെ വന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങേര് എന്താ ചെയ്തതെങ്കിൽ ചൈനയിൽ നിന്ന് കിട്ടിയ പീരങ്കി, ചൈനയിൽ നിന്ന് കിട്ടിയതാണ്, ആ പീരങ്കി കപ്പലിൽ വെച്ചു. അവരാണ് ആദ്യം വെച്ചത് കപ്പലിൽ, ചൈനക്കാരല്ല. ചൈനയിൽ പീരങ്കി ഉണ്ടായിരുന്നു, കപ്പലിൻ്റെ പുറത്തായിരുന്നു. ഈ പീരങ്കി കപ്പലിനുള്ളിൽ വെച്ചു. എന്നിട്ട് ആ കപ്പലിലിരുന്നിട്ട് പീരങ്കി ഉപയോഗിക്കാം. അങ്ങനെ ആഫ്രിക്കൻ കോസ്റ്റിലുള്ള എല്ലാവരെയും പേടിച്ച് വിറപ്പിച്ചിട്ടാണ് കോഴിക്കോട്ടെത്തിയത്. ശരിക്കും പേടിപ്പിച്ച് വിറപ്പിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ പേടിപ്പിച്ച്, കൊന്നു നന്നായിട്ട് കേട്ടിട്ടില്ല, പക്ഷേ പേടിപ്പിച്ച് വിറപ്പിച്ചതായി നമുക്കറിയാം. അവിടെ പേടിപ്പിച്ച് വിറപ്പിച്ച് കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്ന് എന്തായി, അത് നിങ്ങളൊരു ഹിസ്റ്ററി ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ഞാൻ ആ പുസ്തകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തരാം. അതൊരു പൊന്നാനിക്കാരൻ മുസ്ലിം 16th സെഞ്ച്വറിയുടെ ബിഗിനിങ് ഓഫ് 16th സെഞ്ച്വറി എഴുതിയ ഒരു ബുക്കാണ്. പേര് ഞാൻ മറന്നുപോയി, ആളുടെ പേരും മറന്നുപോയി, എൻ്റെ ഇതിലുണ്ട്, എഴുതിയ ബുക്കാണ്. ആ ബുക്ക് 15-20 പേജസ് ഈസി ആയിട്ട് വായിക്കാം. അത് 15th സെഞ്ച്വറിയിലെ ബിഗിനിങ്ങിൽ എഴുതിയ. അദ്ദേഹം പറയുന്നത് ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നു. That's a book. If you want, I can give you a copy later. ഈ ഇവർ വന്നിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ബുക്കിൽ പറയണത് അറിയാം, നമുക്ക് ഉടനെ ജിഹാദ് വേണം ഇവരോട്. ഇവർ വന്ന് നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ നമ്മളിൽ നിന്ന് മാറ്റി ഹിന്ദുക്കളെയും മുസ്ലിമുകളും നമ്മൾ തല്ലിക്കാൻ തുടങ്ങി. അതുവരെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയാണ് കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ മൂവ് ചെയ്യാം. ഇങ്ങേരോട് സന്ധിക്ക് സാമൂരൻ, കോഴിക്കോട് സാമൂരൻ 2 നമ്പൂതിരിമാരെ ഷിപ്പിലേക്ക് അയച്ചു. അങ്ങനെ ഒരു ഷിപ്പിലേക്ക് അയച്ചു. അങ്ങേര് അവരെ തിരിച്ചയച്ചു. അവരുടെ ചെവിയും മൂക്കും കട്ട് ചെയ്തിട്ടു. അപ്പോൾ വാസ്കോ ഡ ഗാമ എത്ര നല്ല ആളായിരിക്കണം. അങ്ങനെയാണ് തുടക്കം. നമുക്ക് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയെ പറ്റി അറിയാലോ. ഔറംഗസീബ് പോയതിന് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ വാല ഇളക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയപ്പോൾ, ഔറംഗസീബ് മരിച്ചപ്പോൾ ഔറംഗസീബിൻ്റെ എംപയർ ഡിവൈഡഡായി. 1857 വരുന്നത് അതോടുകൂടിയാണ്. ആ ഡിവിഷനിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ്, അല്ലാതെ കോൺക്വസ്റ്റ് അല്ല, വാറല്ല, അവരുടെ മിലിറ്ററി പവർ കൊണ്ടല്ല. ഈ ആളുകൾ ഇന്ന് അതിന് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളും ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഫാഷിസമാണ്. ഈ ഫാഷിസത്തിനെ എതിർക്കണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും BJP RSS അല്ലാതെ ഒന്നിച്ചു വരണം, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നിച്ചു വരില്ല. അപ്പോൾ യു അലൗ ദി ഫാഷിസം ടു കണ്ടിന്യൂ. അതേമാതിരി തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ പുറത്താക്കണമെങ്കിൽ മറ്റെല്ലാ നാട്ടുരാജാക്കന്മാരും ഒന്നിച്ചു വരണം.
അവർ വരില്ലേ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു. അങ്ങനെയാണ് ബംഗാൾ പിടിക്കുന്നത്. അല്ലാതെ അവരുടെ മസിൽ പവർ കൊണ്ടല്ല. ഈ നാട്ടുരാജാക്കന്മാരെ യോജിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണ്. ഞാനത് പറയാൻ കാര്യം, ഈ മുസ്ലിംസിൻ്റെ കോൺട്രിബ്യൂഷൻ 20th സെഞ്ച്വറി ഹേഗൽ പറഞ്ഞില്ല, ഹേഗൽ ഞാൻ കാണിച്ചു തന്നു. ഹേഗൽ പറയുന്നത് എല്ലാം വന്നത് ഇസ്ലാമിൽ നിന്നാണ്. സയൻസ്, മാത്സ്, പോയിട്രി എല്ലാം ഇസ്ലാം ചെയ്യണത്. ഇസ്ലാമിൽ വരുന്നത് മമൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഖലീഫ 10th സെഞ്ച്വറിയിൽ ട്രാൻസ്ലേഷൻ തുടങ്ങി. അദ്ദേഹം ബാഗ്ദാദിൽ ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാക്കി. അദ്ദേഹം ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഗ്രീസിലും എന്നുള്ള ടെക്സ്റ്റുകൾ അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു 14th സെഞ്ച്വറി വരെ, 10th സെഞ്ച്വറി തുടങ്ങി 14th സെഞ്ച്വറി വരെ ഇസ്ലാം പ്രൊഡ്യൂസ്ഡ് വൺ ഫാന്റാസ്റ്റിക് intellectual culture, unbelievably sophisticated intellectual culture. Our intellectual culture, one part of it was questioning Ptolemy. Ptolemy, the Greek mathematician, അദ്ദേഹത്തിൻ്റെ തിയറീസിനെ. That 400 years they were trying to find some fault with Ptolemy, and the huge material is constructed. These are the figures. They were very important. These figures, Ibn al-Haytham, 96-1040. ഇതാ ട്രാൻസ്ലേഷൻ തുടങ്ങി ഉടനുണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. ആ ട്രാൻസ്ലേഷൻ പ്രോസസ് തുടങ്ങി, people started reading, and you produced a man like that. He is the man who first produced the best mathematical idea of optics. Linear motion of light. Adana. Pinhole camera. Adana. He is the first person mathematized science. Not Galileo. Adu kallathara. He is the first person mathematized science. നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗലീലിയോ ആണ്. മഹാകള്ളത്തര. ഞാൻ അതിനൊക്കെ പറഞ്ഞുതരാം കള്ളത്തരത്തിൻ്റെത്. Next there is somebody else. Al-Tusi. കോപ്പർനിക്കസ് Al-Tusiയുടെ മാത്തമാറ്റിക്കൽ മോഡൽ കട്ടെടുത്തു, പ്ലേജറൈസ്ഡ്. കുറച്ചും കൂടി പറയാം ഇതിനെ പറ്റിയിട്ട്. ഇനീഷ്യലി ദിസ് വാസ് ആൻഡ് അൽ-നഫീസ്. ഈ നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെറുതാകുമ്പൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളത്, ഹവേ ആണ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഹാർവേയാണ് സർക്കുലേഷൻ ബ്ലഡ്. ഇപ്പം നഫീസാണ് ആദ്യമായിട്ട് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് അതിൻ്റെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു. നഫീസിൻ്റെ അടുത്തുനിന്ന് കട്ടെടുത്തതാണ് ഹാവേ. അത് കട്ടെടുത്തു എന്ന് അവർ പറയുന്നില്ല. നഫീസാണ് ആദ്യം ഉണ്ടായത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്കവറിയാണ്. അല്ല, കട്ടെടുക്കുക. അവിടെ ഒരു സാധനം കട്ടെടുക്കാത്തതില്ല. യൂറോപ്പിൽ 19th സെഞ്ച്വറിയും 20th സെഞ്ച്വറിയും വരെ കട്ടെടുക്കാത്തതുണ്ടെങ്കിൽ ഷേക്സ്പിയർ മാത്രമേ ഉള്ളൂ. അത് മാത്രം കട്ടെടുത്തിട്ടില്ല, മറ്റേതൊക്കെ കട്ടെടുത്തത്. ഇത് ഈ ഹാവേ എന്നുള്ളത് പരമ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹമാണ് നഫീസാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ നഫീസിന് എഴുതിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കൂ.
നഫീസ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നഫീസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ പിക്ചർ കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ. ഇനി ജന വാക്സിനേഷൻ. ഇതിപ്പോൾ അടുത്ത കാലത്ത് മാതൃഭൂമി ഇതിൽ ഞാൻ കണ്ടതാണ്. ജനറാണ് വാക്സിനേഷൻ. ഞാൻ ചൈനയിൽ പോയപ്പോൾ ഇതിൽ നാഷണൽ മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാക്സിനേഷൻ ജനറാണ്. അല്ല, വാക്സിനേഷൻ 4th century CEയിൽ ചൈനയിലുണ്ട്. 4th century CE, 4th century CE ഇന്ത്യയിലുമുണ്ട്. അത് ഇന്ത്യയിൽ നിന്നാവാൻ വഴിയില്ല, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാവണം. കാരണം ഇന്ത്യയുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ, സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ വാക്സിനേഷനെ പറ്റി പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നാവാൻ വഴിയില്ല, ചൈനയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ 4th century തുടങ്ങി യൂസ് ചെയ്യാനാണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? ഇനി നമുക്ക് ഫുള്ളായിട്ട് വെറുതെ വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. ഇന്ത്യയിൽ ചെയ്തിരുന്നത് ഹ്യൂമൻ പോക്സ് എടുത്തിട്ട് വാക്സിനേറ്റ് ചെയ്യുക. കൗ പോക്സ് അല്ല, ഹ്യൂമൻ പോക്സ് എടുത്ത് യു ഗെറ്റ് ഇമ്മ്യൂണിറ്റി. അങ്ങനെ ഇറ്റ് വാസ് അണ്ടർ കൺട്രോൾ. സ്മോൾ പോക്സ് വാസ് അണ്ടർ കൺട്രോൾ. പിന്നെ ചെങ്കിസ് ഖാൻ വന്നപ്പോൾ ചെങ്കിസ് ഖാൻ മെയ്ഡ് ഇറ്റ് പാൻ ഏഷ്യൻ. And 18th century, one officer's wife from Turkey, British officer's wife from Turkey, picked it up. എന്നിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വയ്യ, കാരണം ഹ്യൂമൻ പോക്സ് അക്സെപ്റ്റബിൾ അല്ല. ജന ചെയ്തത് കൗ പോക്സ് ഹ്യൂമൻ പോക്സിന് പകരം യൂസ് ചെയ്തത് മാത്രമാണ്. He is not the discoverer of vaccination. പിന്നെ മാധവ ഇവിടെ തിരൂരുകാരനാണ്. നമ്മൾ കോഴിക്കോടിനടുത്തുള്ള തിരൂരുകാരനാണ്. ഈ തിരൂരുകാരൻ തിരൂരൊരു മാത്തമാറ്റിക്കൽ സ്കൂളിലായിരുന്നു. ഇപ്പോൾ we have quite a good understanding of that. They are the first beginning of calculus, not the fully completed calculus. These missionaries are picked up and went in Europe, and two people developed it. One is Newton, other is Leibniz. Two people developed that. Without that calculus, Newton's mechanics wouldn't have happened. Many other things we won't be knowing. We won't be knowing anything about Newton's further problems and things like that, because none of us are investigating, going into European archives. നമ്മൾ ആരും യൂറോപ്യൻ ആർക്കൈവ്സിൽ പോകുന്നവരല്ല. Europeans will come into all our archives. We don't go to European archives. Only if you go to European archives, you will have a different story to tell. Now, that's about Madhava. There is now, if you check on the internet, you have something called Madhava series, like Leibniz series, Newton series. You can check on the net. I'm not cooking up these stories. All that you can check on the net. And there are a lot of books. I have given a list of books for you to check. And Ikhwan al-Safa, purity, brethren of purity. Ikhwan al-Safa, the book I have seen in Arabic in Calicut. It is not translated to any languages, Malayalam or any other. Ikhwan al-Safa, it's a huge Shia encyclopedia. It's literally a huge encyclopedia. This 9th to 10th century, the construction of that encyclopedia. And the syllabus of that has taken into European schools.
They have syllabus. That syllabus was the European syllabus in European schools. So how much has taken from Islam? It's a huge quantity. And the idea of university, particularly colleges, universitas, that's a collection of scholars. But the idea of a finished college is, the model was madrasas. So basic educational institution, both are affected by Islam. Islam may have got it from Buddhist or something else. I don't want to get into that. I only want to show that these guys are really plagiarizers. And that's where my further criticism. Now the issue of development of science. The development of science, I said that science was everywhere. But something peculiar happened in Europe. A peculiar development happened in Europe. What was Europe at that time? It was a persecuting society. From 12th century to 1834, that was the end of Spanish Inquisition. Nearly 600 years, it was a persecuting society. Witch hunting society. One of the most superstitious societies. Newton was an extremely superstitious man. Extremely superstitious man. And Inquisition started 12th century, ended 1834. And that's a time in which Jews are murdered, 30-year war, the scientific revolution. So you think about that. Think about a society which was under control of a religious community which was harming everybody who stood against it. In that society, 19th century, people said there was something called scientific revolution happened. It didn't happen in China. It didn't happen in India. India was a divided place. China was a larger place. None of these places were witch hunting. None of these places, India, China, except in Goa, when Portuguese introduced Inquisition. Portuguese introduced witch hunting too, when they took over Goa. Now, what actually happened in that period? You have to keep in mind the background. Science developed within a persecuting society. Not science developed, something interesting happened in Europe during the persecuting society, during the persecution time. What is that happened? Two things. One, I said that, the translation. Translation happened after immediately there was no scientific, there is no nothing. There were two figures, Roger Bacon and gross taste. These two figures, they were immediately after that translation. They didn't contribute anything to. Now they argue that gross taste contributed to development of optics. But gross taste is actually imitating Arabs. He didn't contribute anything. And there was no change in the understanding, institutional change in Europe. From 12th century down to Galileo's time.
1642. There was no particular development. Three major things happened in Europe during that period. During that, the persecuting time, that three major things happened. That is, in 15th century, printing press came from Arabs. Arabs did not use it. Indian Brahmins did not use it. Chinese used it. Chinese had books in 7th century onwards, bookshops. So they printed. But when it came to Europe, Europe first used to printing press to attack Muslims. Then they printed Bible. But something else also happened. Reformation. When Martin Luther pasted his 101 or whatever, I given the number, accusations, immediately that has been printed and circulated. That's how Reformation starts. Martin Luther's, that particular act was a normal act of almost all priests. They just get hassled by Pope and go there and paste something on the door. Before printing press, next day, Pope somebody will come and remove it. And the struggle ended with that. But when the printing press came, it circulated thousands of copies everywhere. Then you have Reformation. Then you have Reformation. It's because of printing press, not because of Luther's intelligence. He was like anybody else, pasting and crying. And he pasted, cried, printed, and everybody got it. That changed. That changed vastly. So the power, after 1500, the power of Pope, Church, slowly started disappearing. So one of the things, losing absolute power of Church. Printing press and losing absolute power of Church. Third point, there were a lot of science clubs slowly came into being. And one of them was supported Galileo. Galileo was part of a club. And third thing, patent law. Venice patent law was introduced 1450. Patent law. Printing press, patent law, church losing its power. What happened? The science till then was an underground activity everywhere. Why it was an underground activity? Suppose in Kerala, some Ayurvedian discovered, invented medicine for cancer. If he had told everybody, then he won't get any benefit out of that. So he will conceal it. And whoever comes to him, he will give him. He won't tell anybody else. Before his death, he'll pass that knowledge to his children. And his children. So you have Ayurveda pharmacy, Musad, and all sort of guys transmitting their knowledge to the next generation. Science was like that. When the printing came into being, situation changed. Two things. You could print it out, all this information, and communicate to others. Others can't steal because there is a patent law. Do you get what I mean? So you are safe. So lot of this underground knowledge became available to people. So science was slowly becoming a social institution. Not great discoveries,
But it was becoming a social institution in a persecuting society. What would happen then? That's one of the victims of that, this man called Galileo. An old innocent professor. The Pope Urban Barberini was also a mathematician. And he was a friend of Galileo. And Copernicus, the guy, he was a calendar maker. He was simply a calendar maker. He was also interested in a little bit of maths. So he could understand Tusi. I pointed out Tusi among the Arab writers. Tusi was a Persian. He was an Arab writer. Tusi's mathematical model he appropriated. What he did was very interesting thing. He placed sun at the center of Tusi's model. Why did he place sun at the center of Tusi's model? He placed sun at the center of the Tusi's model for magical reasons, not scientific reasons. I told you that this is an extremely persecuting society, extremely superstitious society, and witch-hunting society. Copernicus, part of that, and he plagiarized this model and then placed sun at the center for non-scientific reasons. Why is that? I mentioned in my collection, there is a text, The Fall of Constantinople. Lot of text which is not translated before came to Italy. The one was Hermetica, a magical text. Hermetica they were looking for Hermetica because they wanted a superstitious society, they wanted to do the magical activities. Hermetica was not available to them. It was available to Muslims. They were anxious that it will fall into their hand, and finally it fell into their hand. So Hermetica, that's a text you can download. Hermetica, Picatrix is another text also you can download. It's a magical text. In 15th century, the Italian intellectuals were influenced by that. That's the first thing they translated. They didn't translate even Plato. When they got it, they immediately translated into Latin. This magical text. So Copernicus was also affected by that. And that text valorized the sun. Copernicus used that and placed sun at the center of Tusi's system. So somebody asked him, now can you explain it? Copernicus couldn't explain. So 100 years, nobody could explain that. But there is something. All these years, Copernicus thought this is the true picture of the cosmos. Sun literally is the center. It took 100 years for Galileo to support that thesis. But I told you that this bishop, Pope Urban Barberini, when he was a bishop, he was a mathematician, good mathematician too. He told Galileo, this is perfectly all right. You can argue that sun is the center of solar system. We don't have any objection. But don't tell us that it is the truth. And he's right, Galileo was wrong. Galileo was completely wrong. That was only an hypothesis. The heliocentric hypothesis, nothing more than that.
There is no such final truths. If you use general theory of relativity, then you get a different kind of a picture. It depends upon the theory that you use. So there is no final understanding of anything. Even Shakespeare, even Kalidasa, there is no final understanding. All are interpretations. Good interpretation, bad interpretation, third-rate interpretations. So everything, Quran, you have many interpretations. Bible, you have many interpretations. Gita, you have many interpretations. There is no final interpretation. There is no final interpretation of sun, moon, all that. There is no final interpretation. So Bernini was saying that, he was a friend of his, said that, look, don't say this is the truth. It's yours as a hypothesis. From Christian point of view, ours is truth. And he's right. There's not truth, but at least Galileo's case, Galileo was wrong. Now we know that Galileo was wrong. And all these figures, Newton, Robert Hooke, Boyle, all these were extremely superstitious characters. They're scientists. And nobody actually thought at that time Galileo was a fantastic guy. Nobody thought Newton was a fantastic guy. The idea of scientific revolution is a late construction. That actually 20th century construction. And it passed to all of us through education systems. It's easy to pass. If you don't write, it is a truth, it is what Galileo suffered and things like that, you will fail. So you are, generations of students bought these cock and bull stories. Now the new scientific research, history, has questioned all that. There was no scientific revolution actually happened. It's an event happened in a persecuting society. It's an event happened in a highly superstitious world. A world which is killing what they call witches. The inquisitions were going on. Ended only in 19th century. And another highly suspicious story is modernity. What is that? The modernity, Enlightenment. The Enlightenment movement, 17th century. I'm using 17th century because of Locke's essay concerning human understanding is the early 19th century. Early 19th century. At the same time, you have Inquisition ending only in 1837, 1834. So persecuting society will still on. That movement itself happened in a persecuting society. It happened because of society is persecuting. It wouldn't have happened in China. China was slightly better than that. It wouldn't have happened during Aurangzeb's time. It was slightly better than that. Aurangzeb did not go and destroy all Hindu temples. If Aurangzeb was harassing Hindus, how come Hindu population now 85%? The population is 85%. Aurangzeb was converting everybody. Tipu was converting everybody. How come the population is still 85%? So Aurangzeb did not do anything like that. He destroyed 2 or 3 temples. One is that Varanasi temple, one is the Mathura temple, because the Hindus allowed Shivaji to escape from his prison as a punishment. So he didn't go around and saying that you're a Hindu, I will chop you. No, he didn't do that.
None of them actually did that. Because if they converted Hindus, they would have lost jizya. And the revenue would have gone. So they were not interested in converting people. Some people got converted, largely converted by Sufis. And Kerala on the conversion largely took place by Sufis. That's a different story. I don't want to get into that. Now, this whole thesis that there was a scientific revolution, there was something called Renaissance, there was something called Enlightenment movement, you have to be suspicious. You should question. This is to bamboozle the once colonized. It is given to the colonized to tell them that we have everything, you don't have anything. Modi again. We Hindus produced, what is that? Plastic surgery. Didn't he say that? Yeah. We produced plastic surgery BC 1000, 2000 years ago. That's what these guys were saying. These guys and Modi, there is no difference at all. But these guys could pass it through the education institutions and manage to give a completely false information, false picture about Europe. It's completely false picture. These guys won't be able to do that. There are a lot of history, other books were written by various people. So, this is what I want to say. You had to be very skeptical about the Galileo story. You had to be very skeptical about Copernicus. You have to be very skeptical about Newton. There is no final truth. Science will not give you a final truth. Science is actually a model. It can be used for a particular purpose. Science, in the sense that there are a lot of models you create. Theory of relativity is a model. It is not the truth about the cosmos. It's a model. You can use it for a particular purpose. Once the purpose is over, you throw away and you go back to Newton. You can produce another set of models. So in all these cases, these models require some interpretative background to make it more useful. That's an ad hoc metaphysics. That ad hoc metaphysics is useful for the development of science. But that is not the truth of the cosmos. Einstein did not give you the truth of the cosmos. He just gave you a model. You can use it or throw it away. So, nobody, including Quran, including Bible, including Gita, none of them told us any truth about anything. We can use it. You can use Gita, you can use Quran, you can Bible, if you are somewhat anxious about yourself. So you can fall upon Bible, Quran or Gita or something. You feel comfortable. Or you can go to a church or a temple or somewhere you feel comfortable. That's a psychological case. We don't have to get into that. But, so I'm going to stop. It's already time up. So that's it. That's the story. Thank you.